ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പശ്ചിമേഷ്യ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഇത്തവണ ഒരു ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത്. അമേരിക്കയും ഇറാനും നേർക്കുനേർ ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നു. അതിന്റെ ഉരസലുകൾ കഴിഞ്ഞ ദിവസം നടന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് റഷ്യൻ മാധ്യമമായ സ്പുട്നിക് ആയിരുന്നു. ആ വാർത്തയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഈ ഇറാന്റെ ജല അതിർത്തി, അതായത് കടലിന്റെ ആ അതിർത്തി കടന്നുകൊണ്ട് അമേരിക്കയുടെ പടക്കപ്പലായ ഫിറ്റ്നസ് ജെറാൾഡ് എന്ന് പറയുന്ന ഒരു വാർഷിപ്പ് കടന്നു കയറുന്നു. തുടർന്ന് അവിടേക്ക് ഇറാന്റെ ഹെലികോപ്റ്റർ എത്തുകയും ഈ US നേവിക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. US നേവി പറഞ്ഞത് ഹെലികോപ്റ്റർ മടങ്ങിപ്പോയില്ലെങ്കിൽ തങ്ങൾ വെടിവെക്കും എന്ന് പറയുകയുണ്ടായി. തുടർന്ന് നടന്ന ആ ഒരു സംഭാഷണത്തിനൊടുവിൽ അമേരിക്കൻ വാർഷിപ്പ് മടങ്ങിപ്പോയി എന്നാണ് സ്പുട്നിക് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് അമേരിക്കൻ ഭാഗത്തു നിന്ന് വരുന്ന വാർത്ത തങ്ങളുടെ ദൗത്യത്തെ ഇത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. US പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് തങ്ങളുടെ വാർഷിപ്പ് അവിടെ പ്രവർത്തിക്കുന്നത്. സാൻ ഡിഗോയിൽ വിന്യസിച്ചിരുന്ന വാർഷിപ്പാണിത്. അത് യമൻ കടലിനടുത്തുകൂടി അന്താരാഷ്ട്ര അതിർത്തിയിലാണ് കടന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഇവിടെ ഇറാന്റെ SH-3 സീ കിങ് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ എത്തിയതായും അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു. അവരുമായി തങ്ങൾ ചില സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറയുന്നു. എന്നിട്ട് അമേരിക്ക പറയുന്ന മറ്റൊരു കാര്യം, ഇതൊരു പതിവ് കാര്യം തന്നെയാണ്. ഇതിനു മുൻപും അമേരിക്കൻ വാർഷിപ്പുകളെയും മറ്റുമൊക്കെ ഇറാന്റെ ചെറു ബോട്ടുകളും ഒപ്പം തന്നെ ഹെലികോപ്റ്ററുകളും ആക്രമിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം തങ്ങൾ പ്രതീക്ഷിച്ച് ഇരുന്നത് തന്നെയാണ്. ഏതായാലും തങ്ങളുടെ ദൗത്യവുമായി മുൻപോട്ട് പോവുകയാണ്. ഈ കപ്പലുകൾ നീക്കിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പറയുന്നത് തങ്ങളുടെ മുന്നറിയിപ്പിൽ തുടർന്ന് അമേരിക്ക അവരുടെ ഷിപ്പ് അല്ലെങ്കിൽ വാർഷിപ്പ് അവിടെ നിന്ന് പിന്നാക്കം പോയി എന്ന് പറയുന്നു. പക്ഷേ ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായി: അമേരിക്ക അവരുടെ പടക്കപ്പലുകൾ കൂടുതലായി ഇപ്പോൾ ഇറാന്റെ തീരത്തിന് സമീപത്തേക്ക് ഡോക്ക് ചെയ്യാനുള്ള, ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നങ്കൂരമിടാനുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഇറാന്റെ ജലാതിർത്തി കൂടി ലംഘിച്ചു എന്ന് പറയുമ്പോൾ ഏത് നിമിഷവും വീണ്ടും ഒരു യുദ്ധത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസമായി അത്തരത്തിലൊരു അന്തരീക്ഷമാണ്. ഇറാനിലാകട്ടെ ഇറാന്റെ ചില വിമാനത്താവളങ്ങൾ അടച്ചിട്ടിട്ട ആഴ്ചകൾ തന്നെ ആയിരിക്കുന്നു. ഇത്തരം ഒരു നീക്കം ഏത് നിമിഷവും പശ്ചിമേഷ്യ ഒരു ആക്രമണത്തിന് കളം ഒരുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ യുദ്ധം കടുത്തു കഴിഞ്ഞാൽ ഇറാൻ അവരുടെ ഹോർമിസ് കടലിടുക്ക് ഉപരോധിക്കും, ഇല്ലെങ്കിൽ അത് അടച്ചിടും. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വ്യാപാര ബന്ധങ്ങളെയൊക്കെ സാരമായി തന്നെ ബാധിക്കുമെന്നുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് അമേരിക്ക തങ്ങളുടെ പടക്കപ്പലുകൾ അങ്ങോട്ടേക്ക് അയച്ചതാണോ എന്നുകൂടി അറിയില്ല. ഏതായാലും വലിയൊരു ആക്രമണത്തിന് പശ്ചിമേഷ്യയിൽ കളം ഒരുങ്ങുന്നു എന്നതിനാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ. കാരണം ഗസയിൽ ഇടതടവില്ലാതെ ഇസ്രായേലിന്റെ ബോംബ് ആക്രമണം, ഇപ്പോൾ ഹൂത്തികൾക്ക് നേരെയും വലിയ രീതിയിൽ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പടക്കപ്പലുകൾ ഇറാന്റെ ജല അതിർത്തി കടന്നു കയറിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.